ഹലോ ഡിയർ ഫ്രണ്ട്സ്, മധുവേനൽ അവധിയൊക്കെ അടുത്തു. ടൂറൊക്കെ പോകണ്ടേ? അപ്പോൾ ഇത്തവണ നേരെ മധുരയ്ക്ക് പോകുന്നുള്ളൂ. മധുര മീനാക്ഷിയമ്മൻ ക്ഷേത്രമൊക്കെ കണ്ടു തൊഴുതതിന് ശേഷം ഒരു 4 കിലോമീറ്റർ ദൂരത്തായി ഒരു തെപ്പക്കുളമുണ്ട്. വണ്ടിയൂർ മാരിയമ്മൻ തെപ്പക്കുളം. വളരെ തിരക്കേറിയ ടൗണിൻ്റെ ഒത്ത നടുവിൽ അതിവിശാലമായൊരു കുളം. ആ കുളത്തിൻ്റെ ഒത്ത നടുക്ക് വളരെ മനോഹരമായൊരു ഗണപതി ക്ഷേത്രം. 1645 തിരുമല നായക്കറാണ് ഇത് നിർമ്മിച്ചത്. അന്ന് തിരുമല നായക്കർ മഹൽ നിർമ്മിക്കുന്നതിനാവശ്യമായ ഇഷ്ടിക നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് കുഴിച്ചെടുത്ത സ്ഥലമാണിത്. അന്ന് ആ മണ്ണ് കുഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗണേശ വിഗ്രഹവും കിട്ടിയിരുന്നു. ആ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിനുള്ളിലെ മുഖ്യപ്രതിഷ്ഠ. എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ ഉത്സവം. അന്ന് എന്ത് ഭംഗിയാണെന്ന് ഇവിടെ കാണുവാൻ. മീനാക്ഷിയുടെയും സുന്ദരേശൻ്റെയും ഒക്കെ വിഗ്രഹം ഒരു ചങ്ങാടത്തിൽ വെച്ച് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണമുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ ബോട്ട് സൗകര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വൈഗ നദിയിലെ ജലമാണ് കേട്ടോ ഇതിനുള്ളിലുള്ളത്. അപ്പോൾ എപ്പോൾ മധുരയിലെത്തിയാലും ഈ വണ്ടിയൂർ മാരിയമ്മൻ തെപ്പക്കുളം കാണുവാൻ മറക്കരുത്.